നിലവിൽ അഗ്നിരക്ഷാ വകുപ്പിൻ്റെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ 18 തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൂടാതെ 4 വാഹനങ്ങളും പുതിയതായിട്ട് സർക്കാർ ഈ മാവൂർ ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. 8ഓളം പഞ്ചായത്തുകളും ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളും വരുന്നുണ്ട്. വാട്ടർ റെസ്ക്യൂ കോളുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. നിങ്ങൾക്ക് 2018 പ്രളയം വന്നപ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ മാവൂരിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വളരെയധികം നല്ലൊരു തീരുമാനമാണ്. മാത്രമല്ല മാവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷ ലഭിക്കും എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല മാവൂർ വരുന്നതുകൊണ്ട് തന്നെ ടൗണിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഓടിയെത്താവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ച ഒരു ബാക്കപ്പ് ഇതുകൂടിയാണ് മാവൂർ ഫയർ സ്റ്റേഷൻ വരുന്നത്. നിലവിൽ 4 വാഹനങ്ങളും അതിലേക്കുള്ള ഉപകരണങ്ങളുമാണ് അനുവദിച്ചിട്ടുള്ളത്. മറ്റു ഉപകരണങ്ങളൊക്കെ ഓരോ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നോക്കിക്കൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിലാണ്, സ്റ്റേഷനുകളിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് എന്ന് നോക്കിയിട്ട് അവിടേക്കാണ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ മാവൂരിൻ്റെ പ്രാധാന്യം നോക്കിയിട്ട് കൂടുതൽ വാട്ടർ റെസ്ക്യൂ കോളുള്ളതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ബസ്സുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും. പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിലവിൽ ഗവൺമെൻറ് അനുവാദം കിട്ടുമ്പോൾ അതിന് ഫണ്ടാണ് അലോട്ട് ചെയ്യുന്നത്. ഈ ഫണ്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ടെൻഡർ ചെയ്ത് ബോഡി ബില്ല് ചെയ്ത് അതിന് ചേസ് വാങ്ങി ബോഡി ബില്ല് ചെയ്ത് അതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 3 വർഷമെങ്കിലും എടുക്കും. 3 വർഷം കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന പ്രോസസ്സ് അത്രത്തോളം ദീർഘമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വാഹനങ്ങളായിരിക്കും ഇങ്ങോട്ട് എടുക്കുന്നത്. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ സർക്കാർ തന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് പുതിയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്ത് വരുന്ന മുറക്ക് ബോഡി കെട്ടി ഫൈനലൈസ് ചെയ്ത് വരുന്ന മുറക്ക് ഇങ്ങോട്ട് അലോട്ട് ചെയ്യും. പുതിയതായിട്ട് വരുന്ന സ്റ്റേഷനുകൾക്കൊക്കെ അലോട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നത്. സ്റ്റേഷൻ ഓഫീസറുണ്ട്, അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറുണ്ട്, അതുപോലെ മെക്കാനിക്കുണ്ട്, ലീഡിങ് ഫയർമാനുണ്ട്, ഡ്രൈവറുണ്ട്, മെന്നുണ്ട്.